വിശ്വാസത്താൽ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇതാ കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഹല്ലേലൂയ. വന്ന് കിടപ്പുണ്ട്, വാങ്ങിച്ചുകൊണ്ട് പോകണം. ചില സാറന്മാരുണ്ട്, കുവൈറ്റിൽ നിന്ന് പ്രത്യേകിച്ച് വന്നവരാ. അവര് പറയുന്നത് റേഷൻ കാർഡും കൊണ്ടൊന്നും ഞങ്ങൾ ചെല്ലത്തില്ല, വേണമെങ്കിൽ അരി വീട്ടിൽ തരണം, വീട്ടിലിരിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ചിലത് പറയുന്നുണ്ട് കർത്താവ് വേണേ വന്ന് എന്നെ അനുഗ്രഹിച്ചിട്ട് പോട്ടെ. ഇല്ല ബ്രദറെ, നടക്കത്തില്ല. എന്റെ കുഞ്ഞ് സൗഖ്യമാകാമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. അങ്ങനെ സൗഖ്യമാകത്തില്ല. നീ വിശ്വസിക്കാമെങ്കിൽ നിന്റെ കുഞ്ഞ് സൗഖ്യമാവും. ദൈവം ഒരു അത്ഭുതം ചെയ്യാമെങ്കിൽ, എനിക്കൊരു ജോലി കിട്ടാമെങ്കിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാം. ഞാൻ പറയുന്നു ഒരിക്കലും ജോലി കിട്ടത്തില്ല, നാട്ടിൽ കയറി പോകേണ്ടി വരും. ജോലി കിട്ടാമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. നോ, നീ വിശ്വസിക്കാമെങ്കിൽ ജോലി കിട്ടും. ഹല്ലേലൂയ. സൗജന്യമായി ഇത് വന്ന് കിടക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് വിശ്വാസം എന്ന കാർഡ് കൊടുത്ത് നിങ്ങളത് കാണിക്കുമെന്ന് തന്നെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കത് പതിച്ചു തരും. സൗഖ്യം ഓൾറെഡി കർത്താവ് തന്നു കഴിഞ്ഞു, രക്ഷ തന്നു കഴിഞ്ഞു, അനുഗ്രഹങ്ങൾ തന്നു കഴിഞ്ഞു. അതിനെ സ്വീകരിക്കാൻ പഠിക്കണം, വാ തുറന്ന് പറയണം. ഹല്ലേലൂയ. സ്വന്തം റേഷൻ കാർഡ് സ്വന്തമായിട്ട് തന്നെ കൊണ്ടു ചെല്ലണം. ഭാര്യയെ അടുത്ത് പറഞ്ഞു വിട്ടാ പോരാ, ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു വിട്ടാ പോരാ, അമ്മയോട് പറഞ്ഞാ പോരാ, പോയി എനിക്കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കാൻ നീ തന്നെ ഇതും കൊണ്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നെ കർത്താവ് ചിലത് തരാതെ വിടത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ 2 അത്ഭുതങ്ങൾ നടന്നത് വിശ്വാസം. വിശ്വാസം. രക്തസ്രവക്കാരിയായ സ്ത്രീയോട് പറയുന്നു, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചേ. യായിറോസിനോട് പറയുക, ഭയപ്പെടണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ പൈതൽ രക്ഷപ്പെടും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്താ വാട്ട് യു മീൻ ബൈ ഫെയ്ത്ത്? എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? എങ്ങനെ വിശ്വാസമാകത്ത് വരുന്നേ? ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. നല്ല കേൾവി നല്ല വിശ്വാസം തരും, കെട്ട കേൾവി കെട്ട വിശ്വാസം തരും. അടുത്തിരിക്കുന്നത് പറഞ്ഞാട്ടെ, നല്ലതേ കേൾക്കാൻ പാവൂ. പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ബുക്കുകൾ വായിക്കുമ്പം ചുമ്മാ ചവർ പുസ്തകങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല. എനിക്ക് പ്രയോജനപ്പെടുന്ന, ദൈവം എന്നേക്കാൾ ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസന്മാരുടെ ബുക്കേ ഞാൻ വായിക്കാറുള്ളൂ. യൂട്യൂബിനകത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടാൽ എന്നേക്കാൾ ശക്തമായി ദൈവം ഉപയോഗിക്കുന്നവരുടെ വീഡിയോയെ ഞാൻ കാണും. കാരണം അതാ അനുഗ്രഹം. ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പം 49 മാർക്ക് 50-ൽ 49 മാർക്ക് മേടിക്കുന്നവനെ നോക്കിയാലേ നിനക്കൊരു 45 കിട്ടൂ. 50-ൽ 5 മാർക്ക് മേടിക്കുന്നവനെ നീ നോക്കിയാൽ 10ാം ക്ലാസ്സിൽ 5 കൊല്ലം നീ ഇരിക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടവരെ നോക്ക്. കൈ കൊടുത്തവർ അനുഗ്രഹിക്കപ്പെട്ടവരെ നോക്ക്. അനുഗ്രഹിക്കപ്പെട്ടവരെ നോക്ക്. ദൈവം ഉപയോഗിക്കുന്നവരെ നോക്ക്. ആവശ്യമില്ലാത്ത ചവറ് പ്രസംഗങ്ങളും ആവശ്യമില്ലാത്ത ചവറ് ബുക്കുകളൊക്കെ വായിച്ച് പലരും ഇവിടെ കൺഫ്യൂഷനായിട്ട് നടപ്പുണ്ട്. ഹല്ലേലൂയ. അതല്ല ഇന്ന് രാത്രി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്ന, ഞാൻ പറയാം, വായിക്കും തോറും അനുഗ്രഹിക്കപ്പെടാൻ ഏറ്റവും നല്ല ബുക്കാ ബൈബിൾ. ലോകത്തിലെ ഏത് പുസ്തകം വായിച്ചാലും ആദ്യത്തെ പ്രാവശ്യം വായിക്കുന്ന ഇൻട്രസ്റ്റ് രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ കാണത്തില്ല. ലോകത്തിലെ ഏത് പുസ്തകം വായിച്ചാലും രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുന്ന ഇൻട്രസ്റ്റ് മൂന്നാമത്തെ പ്രാവശ്യം വരില്ല. 5 പ്രാവശ്യത്തിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തൊടില്ല. പക്ഷേ വർഷങ്ങളായി കൈമാറിയിട്ടും, എല്ലാ ദിവസം വായിച്ചിട്ടും, എല്ലാ ദിവസം കേട്ടിട്ടും അടുത്ത തലത്തിലേക്ക് പുതിയത് കൊണ്ട് എന്നെ നിറയ്ക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണെന്ന് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ സാമ്പ്രദർ എന്നോട് പറയുമായിരുന്നു, അദ്ദേഹം ബൈബിൾ, ഞാൻ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയിട്ട് 2 മാസം ആയെന്നേ ഉള്ളൂ, ബൈബിൾ ഒരു തവണ വായിച്ചു കഴിഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, സ്നാനപ്പെടുത്തി ഞാൻ മൊത്തം വായിച്ചിട്ടില്ല ഇതുവരെ. ഹല്ലേലൂയ.
എവിടാ കർത്താവ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, ഇത് വായിക്കും തോറും റിഫ്രഷ് ആകുക. വകുപ്പൊന്നും പറയാതെ, മതമൊന്നും പറയാതെ ഇതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. UAE ചർച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ സഹോദരൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് അവിടെ ആദ്യം 1-2 കുടുംബങ്ങൾ അവിടെ വന്നേ. ഭയങ്കര സ്ട്രഗ്ലിംഗ് ഉണ്ടായി പ്രാരംഭഘട്ടത്തിൽ. പക്ഷെ വിശ്വാസത്താൽ ഓരോരോ സ്ഥലത്തും ഓരോരോ വേലകൾ, പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ഇന്ന് UAE മാത്രം അനുഗ്രഹിക്കപ്പെട്ട 5 ചർച്ചസ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മീറ്റിങ്ങുകളിൽ ആൾക്കാർ കൂടി വന്നപ്പോൾ വളരെ അനുഗ്രഹമായിരുന്നു. അതെല്ലാം ഞാൻ നിങ്ങളോട് പറയട്ടെ, കാഴ്ചയാലല്ല നമ്മൾ ജീവിക്കുന്നത്, വിശ്വാസത്താല. കാണുന്നത് താൽക്കാലികമാ, കാണാത്തത് നിത്യമാ. ഹല്ലേലൂയ. കണ്ടിട്ട് വിശ്വസിക്കാൻ ഇരിക്കരുത്. കാണാത്തതിനെ കണ്ടതുപോലെ വിശ്വസിച്ചാൽ നിന്റെ കാതിൽ കേട്ടത് നിന്റെ കണ്ണ് കാണും. നിന്റെ കാതിൽ കേട്ടത് നിന്റെ കരം മേടിക്കും. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ അറിയാം? 2012 വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിലോ നയീനിലോ കബർന്നഹൂമിലോ എങ്ങും പോയി യേശുവിനെ കണ്ടവരാരും ഇതിനകത്ത് ഇരിപ്പില്ല. ഈ യേശുവിനെ നിങ്ങൾ എങ്ങനെയാ കണ്ടേ? അടുത്തിരിക്കുന്നവൾ പറഞ്ഞാട്ടെ, ഈ വചനത്തിലൂടെ. പറഞ്ഞാട്ടെ, ഈ വചനത്തിലൂടെ വിശ്വാസത്താൽ ഞാൻ അവനെ കണ്ടു. അല്ലാതെ യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്ന ആളല്ല. മാറ്റമില്ലാത്ത പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട, മാറ്റമില്ലാത്ത, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ഈ ദൈവ വചനത്തിലൂടെ ഞാൻ യേശുവിനെ കണ്ടേ. അപ്പോ വിശുദ്ധ ബൈബിളിൽ പറയുന്നു, ഇപ്പോൾ നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴും നാം അവനെ മുഖാമുഖമായി കാണും. ഇപ്പോൾ നമ്മൾ യേശുവിനെ കാണുന്നത് ഈ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ. ഇപ്പോഴും നാം അവനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. എല്ലാരും പറഞ്ഞ്, വചനമാകുന്ന കണ്ണാടിയിലൂടെ ഇപ്പോൾ ഞാൻ യേശുവിനെ കാണുന്നു, അപ്പോഴോ ഞാൻ അവനെ മുഖാമുഖമായി കാണും. ഹല്ലേലൂയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഇന്ന് ഞാൻ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ വിശ്വാസത്താൽ കാണുന്ന യേശുവിനെയാ നാളെ ഞാൻ നേരിട്ട് കാണാൻ പോകുന്നേ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം. അതിന്റെ മറുഭാഗം ഞാൻ പറയാം. ഇന്ന് ഞാൻ വിശ്വാസത്തിൽ കാണുന്നതാ നാളെ ഞാൻ മുഖാമുഖം കാണുന്നേ. ഇന്ന് ഞാൻ വിശ്വാസത്താൽ കാണുന്നതാ നാളെ ഞാൻ കൈ നീട്ടി തൊടുന്നേ. ഇന്ന് ഞാൻ വിശ്വാസത്താൽ കാണുന്നതാ നാളെ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നേ. ഇന്ന് രാത്രി എത്ര പേർ പറയും, വിശ്വാസത്താൽ ഞാൻ ചിലത് കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് നാളെ ഞാൻ മുഖാമുഖമായി കാണും. വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ അവർ എരിഹോ മതിലിനെ നിലംപരിചാക്കി, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായ അടച്ചു, വിശ്വാസത്താൽ അവർ മരിച്ചവരെ ഉയർപ്പിച്ചു, വിശ്വാസത്താൽ അവർ നീതി നടത്തി, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ ചലിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ ദൈവത്തിന്റെ കരം ചലിക്കുന്നേ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ തലയെ കൈവച്ച് ദൂത് പറയുക, ഇന്ന് വിശ്വാസത്തെ കാണുന്നത് നാളെ മുഖാമുഖമായി കണ്ടിരിക്കും. ഇന്ന് വിശ്വാസത്താൽ കാണുന്ന ശുശ്രൂഷ നാളെ നിന്റെ കൈകൊണ്ട് ദൈവം ചെയ്യിച്ചിരിക്കും. ഇന്ന് വിശ്വാസത്താൽ കാണുന്ന ഭവനം, ആ ഭവനത്തിൽ നീ പാർത്തിരിക്കും. ഇന്ന് വിശ്വാസത്താൽ കാണുന്ന നിന്റെ തലമുറയുടെ അനുഗ്രഹം നീ നേരിട്ട് കണ്ടിരിക്കും. കർത്താവേ, ഞാനത് ഉറക്കെ പ്രഖ്യാപിക്കുക. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കട്ടെ, അത് വിശ്വസിക്കുന്നവർ സ്വീകരിക്കട്ടെ. ഓ, തലമുറകളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് നീ വിശ്വാസത്താൽ കാണുന്ന പൈതലിനെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നു, കഴിഞ്ഞ 12 സംവത്സരം രക്തസ്രവമുള്ള സ്ത്രീ വിശ്വാസത്താൽ സൗഖ്യമായി.
മരിച്ചുപോയ യായിറോസിന്റെ പൈതലിന്റെ മരണവാർത്ത വീട്ടിൽ നിന്ന് ആള് വന്ന് പറയുമ്പോൾ യേശു പറയുന്നു, കഴിഞ്ഞിട്ടില്ല, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യ. ഞാൻ പറയാം, മനുഷ്യൻ കഴിഞ്ഞു പോയി, തീർന്നു പോയി എന്ന് സർട്ടിഫൈ ചെയ്തതും ആമീൻ ഇന്ന് രാത്രി വിശ്വസിച്ചാൽ തീർന്നെന്ന് പറഞ്ഞെടുത്ത് ദൈവം തുടങ്ങും. അടുത്തിരിക്കുന്നത് പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്നവന് വേണ്ടി തീർന്നെന്ന് പറഞ്ഞെടുത്ത് തുടങ്ങും. പറ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തീർന്നെന്ന് പറഞ്ഞെടുത്ത് തുടങ്ങും ദൈവം. എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കഴിഞ്ഞു എന്ന് ചിന്തിച്ചെടുത്തുന്ന കർത്താവ് തുടങ്ങും ചിലത്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വാസം. എബ്രായർ 11:6 വിശ്വാസം എന്തെന്ന് പരിശുദ്ധാത്മാവിടെ വ്യക്തമാക്കുന്നു. വായിക്കാം. എബ്രായർ 11:6 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ, എല്ലാരും പറഞ്ഞേ, ദൈവത്തിന്റെ അടുത്ത് വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുമെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന്റെ അടുത്ത് വരുന്നവന് ദൈവം ഉണ്ടെന്നൊരു ഉറപ്പ് വേണം. എന്തുവാ വിശ്വാസം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാരും പറയുന്നത് എന്തുവാ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും. അത് വിശ്വാസത്തിന്റെ 2ാം സ്റ്റാൻഡേർഡാ. വിശ്വാസത്തിന്റെ ബേസ്മെന്റ് എന്നാന്നറിയുമോ? ദൈവത്തിന്റെ അടുത്ത് വരുന്നവന് ദൈവം ഉണ്ടെന്നൊരു ഉറപ്പ് വേണം. ദൈവത്തിന്റെ അടുത്ത് വരുന്നവന് ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പില്ലെങ്കിൽ ആശിച്ചതുകൊണ്ട് എന്തോ ഗുണം? കാണാത്ത കാര്യങ്ങളെ കുറിച്ച് നിശ്ചയിച്ചുകൊണ്ട് എന്തോ പ്രയോജനം? ഇന്ന് രാത്രി ഞാൻ ആരടുക്കലാ വന്നിരിക്കുന്നേ, അവൻ എനിക്ക് ആരാണ് എന്നൊരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വേണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കണം. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലാ വന്നിരിക്കുന്നേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവന്റെ അടുക്കല വന്നിരിക്കുന്നേ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവന്റെ അടുക്കല വന്നിരിക്കുന്നേ. നിങ്ങൾക്കൊരു പ്രതിഫലം ഉണ്ട്. സെക്രട്ടേറിയറ്റിന്റെ നിയമസഭയുടെ മുൻപിലും ഒക്കെ കിടന്ന് നേടിയെടുക്കും അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന് കുറെ ആൾക്കാർ കിടന്ന് എന്തുവാന്ന് അവന് പോലും അറിയത്തില്ല. നേടിയെടുക്കും അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന് കിടന്ന് വിളിച്ചു പറയുമ്പോൾ ജഡീകരായ ഈ ലോകത്തിലെ മനുഷ്യർ 2 ദിവസം വിളിച്ചു പറഞ്ഞവന് വേണ്ടി ചിലത് സൈൻ ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവ പൈതലെ, നിന്റെ അവകാശത്തെ കുറിച്ചുള്ള ഒരു ബോധം നിന്റെ അകത്ത് വ്യാപരിക്കണം. ദാരിദ്ര്യം ദൈവം തന്നതാ, ദുഃഖം ദൈവം തന്നതാ, തകർച്ച ദൈവം തന്നതാ, പരാജയം ദൈവം തന്നതാ എന്ന് ചിന്തിച്ച് നിന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഈ ഇളകുന്ന കടലിന്റെ മേളിലൂടെ നടക്കാൻ പഠിക്കണം. കമോൺ ഈ ഇളകുന്ന കടലിന്റെ മേളിലൂടെ നടക്കാൻ പഠിക്കണം. സംഭവിക്കട്ടെ, നിന്നെ മുക്കുവെന്ന് പറയുന്ന വിഷയത്തിന്റെ മേളിലൂടെ നടക്കാൻ, നിന്നെ മുക്കിക്കൊല്ലുമെന്ന് പറയുന്ന ഈ വിഷയത്തിന്റെ മേളിലൂടെ വിശ്വാസത്താൽ നടക്കാൻ ഇന്ന് രാത്രി നിന്റെ കാലുകളെ പരിശുദ്ധാത്മാവ് ട്രെയിൻ ചെയ്യുക. നിന്റെ കാലുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ട്രെയിൻ ചെയ്യുക. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ശക്തമായി കർത്താവ് പറയുക, സാഹചര്യങ്ങളൊന്നും ഒരുപക്ഷെ മാറത്തില്ല. സാഹചര്യങ്ങളെ സ്റ്റിൽ അതുപോലെ നിർത്തി നിന്നെ ദൈവം മാറ്റും. ഞാൻ ഇതിവിടെ പറയാനിരുന്നല്ല, കർത്താവ് ഇപ്പൊ എനിക്ക് തരും. ഇപ്പൊ പിടിച്ച മീന. സാഹചര്യങ്ങളൊന്നും ഒരുപക്ഷെ ചേഞ്ച് ആകത്തില്ല. സാഹചര്യങ്ങളെല്ലാം സ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ അതിന്റെ മേളിലൂടെ നിന്നെ നടത്താൻ പഠിപ്പിക്കും. ഓ ഹല്ലേലൂയ. ബോൾഡായിരിക്കും. നിങ്ങൾ നോക്കിയേ, യേശുക്രിസ്തു ശിഷ്യന്മാരുടെ ഹല്ലേലൂയ
മാളിക മുറിയിൽ ഒന്നിച്ച് ഒരു ഭക്ഷണമേശയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവർ ഭക്ഷിക്കുമ്പോൾ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ ഭക്ഷിക്കുമ്പോൾ ഒന്നിച്ച് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ശിഷ്യന്മാർക്ക് ആക്ച്വലി ഫുഡ് കഴിക്കുന്ന ഒരു മൂടാ. റൊട്ടി എടുത്ത് കൊടുക്കുന്നു, യേശു കർത്താവിന്റെ കയ്യിൽ നിന്ന് മുന്തിരിച്ചാറ് വാങ്ങി കുടിക്കുന്നു. ആ ഒരു മോഡിലായി ഇരിക്കുന്നേ. പക്ഷേ അവരിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും എന്നെ നോക്കി. റൂമിന് മാറ്റം വന്നില്ല, ടേബിളിന് മാറ്റം വന്നില്ല. ആ ഫുഡെല്ലാം എടുത്തോണ്ട് പോയ റൊട്ടി മാത്രം ഇവിടെ ഇരുന്നാ മതി, കർത്താവ് പറഞ്ഞില്ല. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാഹചര്യത്തെ സ്റ്റില് നിർത്തിക്കൊണ്ട് അതേ ഭക്ഷണമേശയെന്ന് കർത്താവ് ഒരു അപ്പം എടുത്ത് ഉയർത്തി, ഇത് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇതെന്റെ ശരീരം. ഇതുവരെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആ മോഡിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് അങ്ങ് കയറി. ഇതുവരെ ഫുഡ് കഴിക്കുന്ന ഒരു ചിന്തയോടെ ഇരുന്നവര് പെട്ടെന്ന് അടുത്തൊരു ലെവലിലോട്ട് അങ്ങ് കയറി. ഫുഡ് ടേബിൾ സെയിമാ, റൊട്ടി സെയിമാ, ശിഷ്യന്മാർ സെയിമാ, പക്ഷെ സാഹചര്യത്തെ നിർത്തിക്കൊണ്ട് തന്നെ അടുത്തൊരു ലെവലിലേക്ക്. എനിക്കറിയത്തില്ല കർത്താവിന് രാത്രി എന്തോ ഇടപെടുന്നതെന്ന്. കടലിളകി മറിയുക. ശിഷ്യന്മാർ തണ്ട് വലിച്ചു വലഞ്ഞെന്ന് അവിടെ എഴുതിയിരിക്കുന്നേ. ഇപ്പം മുങ്ങി ചത്തുപോവും എന്ന സിറ്റുവേഷനാ. പക്ഷേ ആ കടൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയുടെ യാമത്തിൽ അവരൊരു കാഴ്ച കണ്ടു. ആ തെരയുടെ ഇടയിലൂടെ, കാറ്റടിച്ച ആ ഈർപ്പം പൊങ്ങുന്നതിന്റെ അനുഭവത്തിന്റെ ഇടയിലൂടെ ആരോ ഒരാൾ ആ കടലിന്റെ മേളിലൂടെ നടന്നു വരുന്നു. ഹല്ലേലൂയ. നടന്നു വരുമ്പോൾ ശിഷ്യന്മാർക്ക് ആ കാഴ്ച കണ്ടിട്ട് ചിന്തിക്കാൻ, വിശ്വസിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ ബുദ്ധിക്ക് എത്താത്ത ഒരു അത്ഭുതം അവൻ കണ്ടപ്പോൾ അവൻ പറഞ്ഞു അത് ഭൂതമാണ്. അവന്റെ ബുദ്ധിക്ക് പിടിക്കാത്ത ഒരു മിറക്കിൾ അവൻ കണ്ടപ്പോൾ, ഒരു മനുഷ്യൻ കടലിന്റെ മേളിൽ കൂടെ നടന്നു വരുന്നു, അവന്റെ ബുദ്ധിയിലെത്താത്ത, അവന്റെ കൊച്ചു ബുദ്ധിക്കകത്ത് എത്താത്ത ഒരു അത്ഭുതം കണ്ടപ്പോൾ അവൻ പറഞ്ഞു അത് പിശാചാന്ന്. എനിക്ക് തോന്നുന്നു പറഞ്ഞവൻ ഏതോ മലയാളി ട്യൂഷൻ എടുത്തതാ. ഹല്ലേലൂയ. അത് ഭൂതമാന്ന് പറഞ്ഞു. പക്ഷെ യേശു അടുത്തു വന്നപ്പോഴേ യേശു അന്ന് മനസ്സിലായേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് എന്റെ കൂടെ ഇതിനകത്തൊന്ന് നടക്കാൻ ആഗ്രഹമുണ്ട്? ഒന്ന്, ഇളകി മറിയുന്ന പ്രതികൂലത്തിന്റെ മുകളിലൂടെ അവൻ നിന്നെ നടന്ന് കാണിച്ചു. അവൻ നിന്നെ നടന്ന് കാണിച്ചത് നിന്നെ നടത്താനാ. യേശു എന്നെ പോലെ ആയത് ഞാൻ അവനെ പോലെ ആകാനാ. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് പത്രോസിനോട് ആരോട് സ്പെസിഫിക് ആയി കർത്താവ് ചോദിച്ചില്ല, ആരുണ്ട് വരാൻ? എല്ലാരും നോക്കിയേ, കടല് സെയിം ആണ്, വെള്ളം സെയിം, അതേ വള്ളം, അതേ വെള്ളം, അതേ യേശു, അതേ ശിഷ്യന്മാർ, അതേ സിറ്റുവേഷൻ. സാഹചര്യത്തിന് ഒരു മാറ്റവും ഇല്ല. പക്ഷെ കർത്താവ് പറയൂ, ആരുണ്ട് ഇതിന്റെ മേളിൽ കൂടെ നടക്കാൻ? സ്റ്റിൽ തെര അങ്ങനെ തന്നെ ഇളകുന്നു, സ്റ്റിൽ വള്ളം അങ്ങനെ തന്നെ നിൽക്കുന്നു. ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അതേ അനുഭവം തന്നെയാണ്. പക്ഷെ സാഹചര്യത്തെ അതുപോലെ നിർത്തിക്കൊണ്ട് പത്രോസിനെ ആ സാഹചര്യത്തിന്റെ മേളിലൂടെ യേശു നടത്തുക. ഇന്ന് രാത്രി ഞാൻ ആരോടൊക്കെ പറയുന്നു, ചില സാഹചര്യങ്ങളെ കർത്താവ് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നിന്നെ ദൈവം അടുത്ത ലെവലിലേക്ക് കൈപിടിച്ച് കയറ്റും. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടല്ല നീ അനുഗ്രഹിക്കപ്പെടാൻ പോന്നേ. നീ അനുഗ്രഹിക്കപ്പെടുമ്പോ പ്രശ്നങ്ങളെല്ലാം മാറും. ഓ, എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയും? പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോന്നേ. നിന്നെ ദൈവം അനുഗ്രഹിച്ച് തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങും. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. നമുക്കൊന്ന് ചാടി എഴുന്നേക്കാം, എല്ലാവർക്കും ഒന്ന് ചാടി എഴുന്നേക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഇന്ന് രാത്രി കർത്താവേ,
നിങ്ങളുടെ കൈ എന്നെ തുടർന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുടെ നടുവിൽ നിൽപ്പുണ്ട്? താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. വിശ്വസിക്കുന്നത് വാ കൊണ്ട് വിളിച്ച് പറ. വിശ്വാസത്താൽ ചിലത് കണ്ട് വിളിച്ച് പറ. ഡോക്ടർമാർ തന്ന റിപ്പോർട്ടല്ല നീ വിശ്വസിക്കണ്ടേ, നിന്നെ സൃഷ്ടിച്ചവന്റെ റിപ്പോർട്ടാ. മനുഷ്യന്റെ വാക്കല്ല നീ വിശ്വസിക്കണ്ടേ, നിന്റെ സ്രഷ്ടാവിന്റെ വാക്കാ. ഹല്ലേലൂയ. ഒന്ന് വാ തുറന്ന് സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ആ കനാന്യ സ്ത്രീയെ പോലെ വലിയ വിശ്വാസം ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് കത്തട്ടെ. തീർന്നെന്ന് പറഞ്ഞെടുത്ത് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം തുടങ്ങാൻ പോവാ. തീർന്നെന്ന് പറഞ്ഞെടുത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ആരംഭിക്കാൻ പോവാ. ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. അന്യ ഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടിലും വചനങ്ങൾക്കൊരു മാറ്റമില്ല. ഈ വാനവും ഭൂമിയും മാറിയിടിലും വചനങ്ങൾക്കൊരു മാറ്റമില്ല. കരങ്ങൾ ഉയർത്തി. എനിക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേ കണ്ണുനീര. ആ കരങ്ങളെ മാറോട് ചേർത്ത് വെച്ചാട്ടെ. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. ദൈവത്തിന്റെ ആത്മാവിന്ന് ചിലരെ ചില വിഷയങ്ങളുടെ മേലിലൂടെ നടത്താൻ പോവാ. പലരെയും മറികടന്നൊരു അനുഗ്രഹം ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവം അയക്കാൻ പോവാ. നീ വിശ്വസിക്ക. ഇന്ന് നീ വിശ്വാസത്താൽ കാണുന്നത് നാളെ മുഖാമുഖമായി കാണാൻ പോവാ. പരിശുദ്ധാത്മാവിന്ന് രാത്രിയിൽ എന്നോട് സംസാരിച്ചെന്ന് പറയാൻ അനുഭവമുള്ളവർ ഒരു വാക്കെങ്കിലും ഇന്ന് രാത്രി ദൈവം എന്നോടാ സംസാരിച്ചെന്ന് പറയുന്നവർ കൈ ഉയർത്തി പിടിച്ചാട്ടെ. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ദേവനിൻ മഹിമൈ നമ്മെയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ
മൂടുതേ. ദേവനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവ പ്രസന്നമേ ഇറങ്ങി വന്നിടുതേ. ദേവ പ്രസന്നമേ ഇറങ്ങി വന്നിടുതേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവ പ്രസന്നമേ ഇറങ്ങി വന്നിടുതേ. ഓ ദേവ പ്രസന്നമേ ഇറങ്ങി വന്നിടുതേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. തണുത്തൊരു കാറ്റ്, ആത്മാവിന്റെ ഒരു കാറ്റ് ഇതിനകത്ത് അടിക്കുന്ന എനിക്കറിയാം. ദേവനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. പരിശുദ്ധാത്മാവെ എന്നെ തുടരണേ എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഓടി മുമ്പിൽ വാ, പ്രാർത്ഥിക്കാൻ പോവാ. എന്നെ സൗഖ്യമാക്കണേ, എന്നെ തൊടണേ, എന്നെ സ്പർശിക്കണേ, എന്നെ സൗഖ്യമാക്കണേ. നിന്റെ കരം എന്നെ തൊടണേ. Touch me, Lord, tonight. Touch me, Holy Spirit. நேசிக்கிறே உண்மைதானே என் தெய்வமே என் இயேசுவே. நேசிக்கிறே உண்மைதானே என் தெய்வமே என் இயேசுவே. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിന്നെ തൊടുന്ന രാത്രിയാ. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ കൊതിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. അവരുടെ മേൽ പുതിയ അഭിഷേകത്തെ സ്വർഗം അയക്കുന്ന രാത്രിയാ. ആ സിസ്റ്റർ മുമ്പിൽ വരുമോ? സ്പെക്സ് വെച്ചിരിക്കുന്ന ആ സഹോദരി, കർത്താവിന്റെ രാത്രി നിന്നെ നിറയ്ക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് എന്നെ നിറയ്ക്കണേ, എന്നെ തൊടണേ എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്തുണ്ട്. 2, എല്ലാവരും എന്നെ നോക്കിയാട്ടെ. വിശ്വാസത്തിന്റെ നായകനും
ഈ പൂർത്തീകരിക്കുന്നവനുമായി യേശുവിന്റെ കൂടെ ജീവിക്കുന്ന വിശ്വാസ ജീവിതമാ ക്രിസ്തീയ ജീവിതം. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ഒന്നും കണ്ടിട്ടല്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കാണും, ഞാനത് സ്വീകരിക്കും. ഇതിനകത്ത് യേശുവിനോടുള്ള ബന്ധത്തിൽ കൂടുതലായി വളരാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. സഹോദരങ്ങളെ, ഒരു മതത്തിനോ ഒരു ജാതിക്കോ ഒരു സഭയ്ക്കോ ഒന്നിനും നമ്മളെ വിടുവിക്കാൻ ഒക്കത്തില്ല. ഒരു പാസ്റ്ററോ ഒരു പുരോഹിതനോ ആരുമല്ല രക്ഷിക്കുന്നേ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ യേശുവേ, എന്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് തരുക. സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ മതത്തിൽ ചേരുവല്ല. സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ നേതാവാകുക എന്നല്ല. എന്റെ 17 വയസ്സ് വരെ എന്റെ ചിന്ത സ്നാനപ്പെടുന്നത് പെന്തക്കോസി ചേരാനായിരുന്നെന്ന. പക്ഷെ അതിനല്ല, ബൈബിൾ അങ്ങനല്ല പഠിപ്പിക്കുന്നേ. യേശുവിന്റെ കൂടെ ചേരാൻ, യേശുവിനെ ധരിക്കാൻ, കർത്താവിന്റെ മകനായിട്ട് മകളായിട്ട് ജീവിക്കാൻ. ഇന്ന് രാത്രിയിൽ എത്ര പേർ പറയും എനിക്ക് അങ്ങനെ ജീവിക്കണമെന്ന്? ഇതുവരെ യേശുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടില്ലാത്ത, എനിക്ക് സ്നാനപ്പെട്ട് എന്റെ യേശുവിന് വേണ്ടി ജീവിക്കണം, മതത്തിൽ ചേരാനല്ല, സംഘടനയുടെ നേതാവാകാനല്ല, യേശുവിന്റെ കൂടെ ചേരാൻ, പിശാചിനെ ജയിച്ചോണ്ടൊരു ജീവിതം നയിക്കാൻ, അനുഗ്രഹിക്കപ്പെടാൻ, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൈ ഒന്ന് ഉയർത്തി പിടിച്ചാട്ടെ. അവരുടെ കൈ നന്നായിട്ട് ഉയരട്ടെ. ഇനിയുമുണ്ട്, നന്നായിട്ട് ഉയരട്ടെ. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം. അവരുടെ കൈ നന്നായിട്ട് ഉയരട്ടെ. ബ്രദർ, സിസ്റ്റർ, നന്നായിട്ട് ആ കൈ ഉയരട്ടെ. നന്നായിട്ട് ഉയർത്തി പിടിച്ചോ. നിങ്ങളുടെ കരം എനിക്ക് കാണാം. ദയവായിട്ട് ആ കൈ ഉയർത്തിയവർ എന്റെ അടുക്കൽ വന്നാട്ടെ. എല്ലാവരും മോനെ പ്രാർത്ഥിക്കട്ടെ എന്ന് കൈവച്ച്. ആ സഹോദരി കൈ ഉയർത്തിയ വ്യക്തി ഒന്ന് വന്നാട്ടെ. കമിയ മുമ്പോട്ട് വന്നാട്ടെ, ഓടി വന്നാട്ടെ. ആ കരം ഉയർത്തിയവർ ദയവായി വന്നാട്ടെ. ഞാനൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. കയറി വന്നാട്ടെ, കയറി വന്നാട്ടെ. സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓടി വന്നാട്ടെ. അവിടെ കൈ ഉയർത്തിയ ബ്രദർ, സിസ്റ്റർ ഓടി വന്നാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ബ്രദർ, ഐ അപ്രീഷിയേറ്റ് യു. വരിക, മുൻപിലേക്ക് വരിക. കൈ ഉയർത്തിയവർ വന്നാട്ടെ. ഇനിയുമുണ്ട്. അവിടെ ചിലർ കൈ ഉയർത്തിയായിരുന്നു. വരിക മുൻപിലേക്ക്. Come here. കൈ ഉയർത്തി മുൻപിലേക്ക് വന്നാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾക്ക് വേണ്ടി. യേശുവിന്റെ കൂടെ ചേരാൻ, യേശുവിനെ ധരിക്കാൻ, ദൈവത്തോട് നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കാൻ, കർത്താവിന്റെ രാജ്യത്തിന്റെ അവകാശിയാകാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തി പിടിച്ചാട്ടെ, കൈ ഉയർത്തി പിടിച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളുടെ കരങ്ങൾ ഇവർക്ക് നേരെ ഉയർത്തിയാട്ടെ. നിങ്ങളുടെ കരങ്ങൾ ഇവർക്ക് നേരെ ഉയർത്തിയാട്ടെ. Stretch your hand in everyone here. Father, I thank you. Brother Rabi, അവരുടെ മേൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഇവർക്ക് നേരെ കരങ്ങൾ ഉയർത്തിയാട്ടെ. Pray. Ore sero kolorobo shandarabiya. தேவனின் மகிமை நம்மேல் பரிசுத்த ஸ்தலத்தில் மூடுதே. தேவனின் மகிமை நம்மேல். കർത്താവിനെ ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. യൂട്രസിനകത്ത് ഫൈബ്രോയിഡ്സ് ഉള്ള ഒരു സഹോദരിയെ യേശുവിടെ സൗഖ്യമാക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് നടന്ന സ്കാനിങ്ങിലാണ് എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. പക്ഷെ ഇന്ന് രാത്രി അത്ഭുത സൗഖ്യത്തെ നിന്റെ ആ യൂട്രസിനകത്ത് കർത്താവ് അയച്ചുകൊണ്ടിരിക്കുക. കർത്താവെ, ഒരു അഭിഷേകത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരുടെ നടുവിലുണ്ട്. ചില രോഗങ്ങൾ ഇവരെ വിട്ടു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ.
മക്കൾ എന്ന പദവിയിൽ നിന്നുകൊണ്ടൊന്ന് കൽപ്പിക്കാൻ എന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? വായ്കൾ തുറന്ന് സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. മക്കൾ എന്ന പദവിയിൽ നിന്നോണ്ട് വായ്കൾ തുറന്ന് സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. വാസ്തവമായ ഒരു വലിയ ആത്മാവിന്റെ കാറ്റ് നിങ്ങളുടെ മേലെ അടിക്കാൻ പോവാ. ആ മോളിന് മുമ്പിൽ വരൂ. സിസ്റ്റർ, you come here. You come here. You come here. That sister, you come here. Come here. Come here. Yes. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ ആ കണ്ണുകളടച്ച് എല്ലാവരും ഒരു നിമിഷം ഒന്ന് ശാന്തമായാട്ടെ. ഞാൻ ഈ വരികൾ പാടുമ്പോൾ ദൈവ സാന്നിധ്യം അളവ് കവിഞ്ഞ് നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സൈലന്റ് ക്വൈറ്റ് എവരിവൺ. ആരും എന്റെ കൂടെ പാടണ്ട. എല്ലാവരും കണ്ണുകൾ അടച്ച് ആ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാട്ടെ. സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആ കാഴ്ച എനിക്കിന്ന് രാത്രി കാണാം. ഒരു പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാലിലോട്ട് കെട്ടിപ്പിടിച്ച് ആ കർത്താവിന്റെ കാലിൽ ഉമ്മ കൊടുക്കുന്ന പോലെ, കണ്ണുനീരുകൊണ്ട് കാല് കഴുകുന്ന പോലെ യേശുപ്പാടെ കാലിലോട്ട് പിടിച്ചേച്ച് എത്ര പേര് പറയും? സന്നിധി വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ. ഓ യെസ് യെസ് യെസ്. സന്നിധി വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ. Oh my God. സന്നിധിയിൽ വസിച്ചോട്ടെ, ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ. Feel the glory. Feel the glory. Use our Lord. Use in mighty ways, Father. സന്നിധിയിൽ, oh, in the name of Jesus. Hallelujah. Hallelujah. Father, I thank you. Hallelujah.
Hallelujah. Welcome me, Holy Ghost. Hallelujah. In the name of Jesus. Feel the anointing, Master. Feel the glory now. Feel the glory now. Feel the glory now. Ralba Shandala Kara Sanjaraba Sanjaraba Ralbi Koraba Shandala Kasanjala. Feel the lighting, Master. Rusharaba Sharba Kalba Saraba Shas. Feel the glory, 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 glory. Feel the lighting, Master. Ram Shamare Rokere Sere Romo Shendere Hevere Sannidhi വസിച്ചോട്ടെ ആ പാദങ്ങൾ ചുംബിച്ചോട്ടെ Use that, Father. Use in mighty ways, Holy Spirit of God. Use in mighty ways. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവിന്റെ രാത്രി തൊടുക. I welcome you, Holy Ghost. 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 പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് സ്വാഗതം. I welcome you, Holy Ghost. അഭിഷേകം എന്നെ നിറയ്ക്കട്ടെ. സാന്നിധ്യം എന്നെ നിറയ്ക്കട്ടെ. ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് Thank you, Jesus. Thank you, Jesus. Thank you, Jesus. അത്ഭുത സൗഖ്യം. Thank you, Jesus. Hallelujah. Hallelujah.
പലതിനെ മറികടന്നൊരു വിടുതൽ, പലതിനെ മറികടന്നൊരു അനുഗ്രഹം ഇന്ന് രാത്രി സ്വർഗത്തിന്റെ മേലേക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി, രണ്ട് കരങ്ങളും അടിച്ച് തൊടട്ടെ, ദൈവം തൊടട്ടെ, വിശ്വസിക്കുന്നവരെ തൊടട്ടെ, സ്തുതിക്കുന്നവരെ തൊടട്ടെ. വാ 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 റാകാലാറാ സാന്ദൽ തി 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 ആർബാകാൽവാ സാൽബാരക. തൊടട്ടെ, ദൈവാത്മാ തൊടട്ടെ, 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 തൊടട്ടെ. സ്തുതിക്കുന്നവരെ തൊടട്ടെ, ആരാധിക്കുന്നവരെ തൊടട്ടെ. വിശ്വസിക്കുന്നവരുടെ മേലെ തീയായി ഇന്ന് രാത്രി വെളിപ്പെടുന്നു. കരങ്ങൾ അടിച്ചെന്റെ ഭാഷയിൽ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. இந்த நாளில்